ഹായ്, ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കറണ്ട് അഫയേഴ്സിന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ്, ഇപ്പൊ ഈ ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജ് ന്യൂസുകൾ കണ്ടാൽ നമുക്ക് തന്നെ നമ്മൾ നെഗറ്റീവ് ആയി പോകും. കാര്യം ഫുള്ള് നെഗറ്റീവ് ന്യൂസുകളാണ്. എല്ലാം എന്തെങ്കിലും ക്രാഷുകള്, മരണങ്ങള്, ഇതൊക്കെയാണ് മിക്കവാറും ന്യൂസുകൾ എന്ന് പറയുന്നത്. ഹെലികോപ്റ്റർ ക്രാഷ് കിൽ 7 along ചാർദം റൂട്ട്. ഇപ്പൊ അതിനെ കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനുള്ള. ചാർദം എന്താണെന്നാണ് പറയാനുള്ളത്. ചാർദം എന്ന് പറയുന്നത് 4 ഹിന്ദു ടെമ്പിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് ചാർദം റൂട്ട് എന്നൊരു റൂട്ടുണ്ട്. 4 ഹിന്ദു ടെമ്പിൾസ് എന്ന് പറയാൻ ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 ടെമ്പിൾസ്. ഈ ടെമ്പിൾസ് എല്ലാം തന്നെ ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിനെ ദേവഭൂമി എന്നാണ് അറിയപ്പെടുന്ന വേറൊരു പേര്. ഉത്തരാഖണ്ഡിനെ അറിയപ്പെടുന്ന വേറൊരു പേര് ദേവഭൂമി എന്നാണ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ ആണ്. ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ ഈ ക്ഷേത്രങ്ങൾ 4 എണ്ണം ഏതൊക്കെയാണെന്ന് അടുത്തായിട്ട് പറയാം. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും ക്ഷേത്രങ്ങളൊക്കെ. അപ്പോൾ ഈ അങ്ങോട്ട് ഹെലികോപ്റ്റർ സർവീസ് ഒക്കെ ഉണ്ട്, അല്ലാതെ റോഡ് മാർഗം പോവാം. അപ്പൊ എന്തായാലും ഹെലികോപ്റ്റർ ക്രാഷായി 7 പേര് മരിച്ചു എന്നുള്ള ന്യൂസാണ്. അവിടെ മറ്റൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ അടുത്തൊരു യുദ്ധത്തിനെ കുറിച്ചാണ്. യുദ്ധം നമുക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വൈരത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണ്ട് പേർഷ്യക്കാരുണ്ടായിരുന്ന സമയത്ത് ജ്യൂസുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന പറയുന്നത് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ. ഇപ്പോ നമുക്കറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഷിയ മുസ്ലിം രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാൻ. ഇറാന്റെ സുപ്രീം ലീഡർ ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യനായ അയത്തുള്ള അലി ഖമേനിയാണ്. അയത്തുള്ള അലി ഖമേനി ആരാണ്? ഇറാന്റെ സുപ്രീം ലീഡർ. ഇറാൻ ഈസ് എ തിയോക്രസി. അയത്തുള്ള അലി ഖമേനി. തിയോക്രസി മീൻസ് മതം ഭരിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ മതപുരോഹിതന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളെ തിയോക്രസി എന്ന് പറയും. നമ്മൾ ഡെമോക്രസി പോലെ വേറൊരു സിസ്റ്റം ഓഫ് ഗവേണൻസ് ആണ്. അപ്പൊ ഇറാൻ ഈസ് എ തിയോക്രസി. അപ്പൊ അവര് ഈ ജ്യൂസ് രാജ്യമായ ഇസ്രായേൽ അവിടെ ഉണ്ടാകുന്നതൊക്കെ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. ജ്യൂസിന് ഒരു രാജ്യം വേണം, ജൂതന്മാർക്ക് ഒരു രാജ്യം വേണം എന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന രാജ്യമാണ്. അപ്പൊ അത് പാലസ്തീന്റെ പ്രദേശങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ രാജ്യമായതുകൊണ്ട് അന്ന് തൊട്ടേ ഈ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് ശത്രുതയാണ്. ആ ശത്രുത ഇന്നും നിലനിർത്തി പോരുന്നത് ഏറ്റവും ശക്തമായിട്ട് ഇറാൻ മാത്രമാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇസ്രായേലുമായിട്ട് അടുപ്പം കാണിക്കുകയും പഴയ ശത്രുത ഉപേക്ഷിക്കുകയും ചെയ്തു. ഇറാൻ അവരുടെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള പേരുള്ള പിന്നീട് സംഘടനകളായ ഹമാസ്, അതുപോലെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹൂദീസ് പോലുള്ള ഓർഗനൈസേഷൻസ് വഴി, പ്രോക്സീസ് വഴി ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഇസ്രായേലിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ പ്രോക്സീസിനെ നേരിടുന്നതോടൊപ്പം തന്നെ അവസാനം അവർ ഇറാനെയും ടാർഗറ്റ് ചെയ്യുകയാണ്. ഡയറക്ട്ലി ഈ പ്രോക്സീസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ഇറാനെയും ടാർഗറ്റ് ചെയ്യുകയാണ്. ഇറാൻ ഈസ് ഗോയിങ് ടു ബിക്കം എ ന്യൂക്ലിയർ നേഷൻ. ഇറാൻ ഈസ് ഓൺ ദ വെർജ് ഓഫ് അക്വയറിംഗ് ന്യൂക്ലിയർ bombs. If Iran acquires nuclear bomb, then that is a direct threat to Israel. That Israel knows very well, because in a war, Iran will directly attack Israel using these nuclear weapons, and that will create an existential threat for this Jewish nation, Israel. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് ആ കേപ്പബിലിറ്റി അവർ ഉണ്ടാക്കി എടുക്കുന്നതിന് മുമ്പ് അവർ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം. ഇപ്പോ ഒരു വാറിലേക്ക് പോകാനുള്ള കാരണം ആ ന്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എല്ലാം നെഗറ്റീവ് ന്യൂസുകളാണ്. പിന്നെ ഇതും വേണമെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാം. Axiom launch, Axiom 4 mission. We all know what is Axiom 4 mission. Axiom 4 mission is a mission to International Space Station. It's a commercial mission to International Space Station. The importance for Axiom 4 mission, the importance of Axiom 4 mission for India is India's astronaut Shubhamshu Shukla is also a crew member of Axiom 4 mission, but that is postponed many times. And now our minister of science and technology Jitendra Singh is confirming that this Axiom 4 mission will take off on 19th of this month. അത് പലതവണ മാറ്റി വെച്ച് 19th നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് ശുഭാംശു ശുക്ല മാറാൻ പോകുന്നു Axiom 4 മിഷൻ വഴി. അപ്പോ നെഗറ്റീവ് ഞാൻ പറയാൻ കാര്യം, അവിടെ എന്നും ഈ പോസ്റ്റ്പോണിംഗ് ആയതുകൊണ്ട് ഒരു പോസിറ്റിവിറ്റി അതിൽ വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കണ്ടോ, എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷിനെ കുറിച്ച്, അതിൽ മരിച്ച ആൾക്കാരുടെ ബോഡീസ് ഒക്കെ DNA പ്രൊഫൈലിംഗ് വെച്ചാണ് ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ബോഡിയൊക്കെ ചിന്നിച്ചെറിപ്പോയില്ലേ. അപ്പൊ എല്ലാം അങ്ങനത്തെ ന്യൂസുകൾ. 4 dead, over 40 injured as British era iron bridge collapses in Pune district. പൂനെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പൂനെയില് ഒരു ബ്രിട്ടീഷ് എറ
ബ്രിഡ്ജ് ഇന്ദ്രയാണി എന്ന് പറയുന്ന റിവർ ഉണ്ട് അവിടെ. ആ ഇന്ദ്രയാണി റിവറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് എറയിലുള്ള ഒരു 100 വർഷം മുമ്പുള്ള ബ്രിഡ്ജ് തകർന്ന് 4 പേര് മരിച്ചു. എല്ലാം ഇത് തന്നെ ന്യൂസ്, മറ്റൊന്നും അവിടെ പറയാനില്ല. ഇനി അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ, സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും കാണാം. അമിത്ഷാ ആയിരുന്നു, ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല. യു ഓൾ നോ ദാറ്റ് അമിത്ഷാ ഇസ് ദ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നോട്ട് ഓൺലി ഹോം പോർട്ട്ഫോളിയോ ബട്ട് ഓൾസോ ഹി ഈസ് handling the portfolio of cooperation. He is the first union cooperation minister of India. Previously there was no union cooperation minister. അതായത് ഇന്ത്യക്ക് ഒരു സഹകരണ വകുപ്പ് മന്ത്രി ഇല്ലായിരുന്നു. സ്റ്റേറ്റുകൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി കോഓപ്പറേഷൻ മിനിസ്റ്റർ അമിത്ഷായാണ്. അപ്പൊ അമിത്ഷായ്ക്ക് ഹോം മിനിസ്ട്രി മാത്രമല്ല ഉള്ളത്. ഹി ഈസ് നൗ വിസിറ്റിംഗ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. Capital of Uttar Pradesh is Lucknow and the Chief Minister of Uttar Pradesh is Yogi Adityanath. You can see Yogi Adityanath in this photo with Amit Shah. അപ്പം അത് മറ്റൊരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ പുതുതായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരാൻ മോദി ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 nation 1 election വേണ്ടിയിട്ട്. വാട്ട് ഈസ് 1 nation 1 election? 1 nation 1 election means Lok Sabha election and all the state legislative assembly elections will be held simultaneously. അതാണ് 1 nation 1 election. അതായത് കേരളത്തിനെയും തമിഴ്നാടിന്റെയും ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളുടെയും ചീഫ് മിനിസ്റ്റേഴ്സ് ഉള്ള യൂണിയൻ ടെറിട്ടറീസ് ആയ പുതുച്ചേരിയുടെയും ജമ്മു ആൻഡ് കാശ്മീരിന്റെയും ഡൽഹിയുടെയും ഇലക്ഷൻസ് ഒരുമിച്ച് ലോക്സഭ ഇലക്ഷൻ ഒപ്പം നടത്തും. അല്ല പല പല സമയത്തായിരിക്കും ഇലക്ഷൻ നടക്കുന്നത്. എല്ലാവരുടെയും ഇലക്ഷൻ ഒരുമിച്ച്. ദാറ്റ് ഈസ് 1 nation 1 election. Previously it was like that in up to 1960s 1970s beginning. That was like that. After that, due to many reasons, some state governments were collapsed or some state governments were dismissed. After that ഈ ഒരു 1 nation 1 election എന്നുള്ള ഒരു സംഭവം ഇല്ലാതായി പോയി. ഇപ്പൊ പല സമയത്താ പല സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുന്ന, ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന വേറൊരു സമയത്ത്. ഇപ്പൊ ഇതെല്ലാം വീണ്ടും ഒരുമിച്ചാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ടുവരാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 129th അമെൻമെന്റ് ബിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ 129th അമെൻമെന്റ് ബിൽ. 129th അമെൻമെന്റ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇനി അത് പാർലമെന്റിന് ഇനി ഫർദർ നടപടിയെടുക്കുമ്പോൾ അതൊരു JPCക്ക് വിട്ടേക്കാണ്. JPC മീൻസ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പരിഗണിച്ചിട്ട് അവരുടെ സജഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ 1 nation 1 election വേണ്ടിയിട്ടുള്ള 129th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ വീണ്ടും പാർലമെന്റിൽ കൊണ്ടുവരും. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. പിന്നെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ ഇവിടെ കാണാം. രേഖ ഗുപ്ത, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ താഴോട്ട് വരുമ്പോ വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പേജ് പോകുമ്പോ വീണ്ടും അടുത്ത കണ്ട എല്ലാം ട്രാജഡിയാണ്. ഗോദാവരി റിവറിൽ കുറച്ച് ആൾക്കാര് മുങ്ങി മരിച്ചു. ഗോദാവരി റിവർ തെലങ്കാനയിൽ ആന്ധ്രയിലേക്കുള്ള റിവറാണ്. തെലങ്കാനയിലാണ് ഈ സംഭവം നടക്കുന്നത്, ഗോദാവരി റിവർ. അപ്പോ ആ ഒരു ന്യൂസും കാണാം. ആരാണ് തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ? രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് തെലങ്കാന. പിന്നെ ഇവിടെ ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജ് ഇപ്പൊ എഡിറ്റോറിയൽ പേജിൽ ഫയർ ഓൺ വാട്ടേഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയൽസ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഇപ്പം അടിക്കടി ഷിപ്പ് അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതിലിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് MV വാൻഹായ് എന്ന് പറഞ്ഞൊരു ഷിപ്പ് കേരളത്തിന്റെ തീരത്ത് വെച്ച് ഇപ്പോ തീ പിടിക്കുകയാണ്. അത് ആരുടെയൊക്കെ നെഗ്ലിജൻസ് ആയിരുന്നാലും എന്തായിരുന്നാലും അതില് തീ പിടിച്ചു. അതൊരു മെർച്ചന്റ് വെസലായിരുന്നു. അത് നമ്മളുടെ എൻവയോൺമെന്റിന്, നമ്മളുടെ സീ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എല്ലാത്തിനും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്ന രീതിയിൽ ആ ഒരു പ്രശ്നം മാറുകയായിരുന്നു. പക്ഷെ നമ്മള് കോസ്റ്റ് ഗാർഡൊക്കെ വളരെ ഉയർന്ന് പ്രവർത്തിച്ച് ആ തീയൊക്കെ ഒരുവിധം നിയന്ത്രണ വിധേയമാക്കി. ഇത് അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണൂരിന്റെ അടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോ ഈ ആ ഷിപ്പിൽ നിന്നുണ്ടായ പുക ബ്രൗൺ, വൈറ്റ്, ഗ്രേ, ബ്ലാക്ക് കളറിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ് അതി ഉണ്ടായിരുന്നുള്ള വ്യക്തമാണ്, പലതരത്തിലുള്ള പുക വന്നതുകൊണ്ട്. അപ്പോ 1754 കണ്ടെയ്നേഴ്സ് അതിലുണ്ടായിരുന്നു. അതില്
ഏതാണ്ട് 140 കണ്ടെയ്നേഴ്സിലും ഹസാഡസ് ആയിട്ടുള്ള കാർഗോ ആയിരുന്ന പറയുന്ന കോസ്റ്റ് ഗാർഡ് ഒഫീഷ്യൽസ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആ ഒരു ഷിപ്പിനെ വളരെ കഷ്ടപ്പെട്ട് നേരെയാക്കി. ഇപ്പോ പ്രത്യേകിച്ച് വളരെ റഫായിട്ടുള്ള സീ ആയിരുന്നു വിചാരിക്കണം, നിങ്ങൾ മൺസൂൺ ആയിരുന്നു ഇപ്പം, എന്നിട്ട് പോലും കോസ്റ്റ് ഗാർഡ് ഒരുവിധം അതിനെ നേരെയാക്കി എടുത്തു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ. അപ്പൊ ഇത് എങ്ങനെയാണ് അവർ നേരെയാക്കി എടുത്തെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒരു ഇന്ത്യൻ നേവി ഹെലികോപ്റ്ററിന്റെ സഹായത്തോടുകൂടിയൊക്കെ സ്റ്റീൽ റോപ്പ് ഉപയോഗിച്ച് അത് ചെയ്തു ഇതെന്ന്. കാരണം നമ്മളിപ്പം ഞാനൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല, വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു കഥ പോലെ അവിടെ പറഞ്ഞേക്കാം. അപ്പൊ എന്തായാലും ഇതിന്റെ ഞാൻ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരാണ് ഇതിന് ഉത്തരവാദി, ഇതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നാൽ, എന്തെങ്കിലും എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടായാൽ അതിന്റെയൊക്കെ നഷ്ടം ആര് വഹിക്കണം? ഷിപ്പ് ഓണർ വഹിക്കണം. അതാണ് മനസ്സിലായി. അതാണ് ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ ഉണ്ടായിരുന്നു, ഈ സൺഡേ ഹിന്ദുവില്. അപ്പം അത് എന്തായാലും അത് പോട്ടെ. അപ്പൊ എന്തായാലും ഈ വാൻഹായി എന്ന് പറയുന്ന കപ്പൽ ഇപ്പൊ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡേഞ്ചർ ഇന്ത്യൻ കോസ്റ്റുകൾക്ക് ഇപ്പൊ ഉണ്ടാക്കുന്നില്ല. കാര്യം അത് കോസ്റ്റ് ഗാർഡൊക്കെ വളരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡൊക്കെ വളരെ ഉണർന്ന് സമയബന്ധിതമായിട്ട് ടൈം ബൗണ്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു ത്രെട്ട് നമുക്ക് ഇല്ലാതായത്. അപ്പം അതൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോ നമ്മൾ പിന്നെ എങ്ങനെയൊക്കെ ഹസാഡസ് ആയിട്ടുള്ള കാർഗോസ് കൊണ്ടുപോകുമ്പോൾ എത്തരത്തിലുള്ള ഹസാഡ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവാം. മേജർ ഫയർ ഹസാഡ്സ് ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ട്. ഈ ഗ്യാസ് ക്യാരിയിങ് മെർച്ചന്റ് ഷിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫയർ ഹസാഡ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളതും എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉള്ളത് ഗ്യാസ് ക്യാരി ചെയ്യുന്ന ഷിപ്പുകളുണ്ട്, പെട്രോളിയം ക്യാരി ചെയ്യുന്ന ഷിപ്പുകളുണ്ട്, കെമിക്കൽസ് ക്യാരി ചെയ്യുന്ന ഷിപ്പുകളുണ്ട്, ഇതുപോലുള്ള ഫയർ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇതുപോലുള്ള പല പല മെറ്റീരിയൽസ് ക്യാരി ചെയ്യുന്ന ഷിപ്പുകളുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ഈ ഗ്യാസ് ക്യാരി ചെയ്യുന്ന മെർച്ചന്റ് വെസൽസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ സൂയസ് കനാൽ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് മലാക്ക എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങള് ഇത്തരത്തിലുള്ള ആക്സിഡന്റ്സ് ഉണ്ടാവാൻ വളരെ സാധ്യത കൂടിയ പ്രദേശങ്ങളാണ്. കാരണം വെച്ചാൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ കടലിടുക്കുകളാണ്. അവിടെ കൂടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിട്ട് കടന്നു പോകുന്നത്. 2020 ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് ഇതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് നേവിയും ചേർന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആണെന്ന് തോന്നുന്നു, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒരു ഷിപ്പിൽ ഇതുപോലെ 2020 ശ്രീലങ്കയ്ക്ക് അടുത്ത് വെച്ച് ഇത്തരത്തിലുള്ള ഒരു തീ പിടുത്തം ഉണ്ടാവുകയും, പക്ഷേ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും അതുപോലെ ഇന്ത്യൻ നേവിക്കും അത് ആ തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 2,70,000 ടൺ ക്രൂഡ് ഓയിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഒഡീഷയിലെ പാരദ്വീപിലേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തീ പിടിക്കുന്നത്. പക്ഷേ കോസ്റ്റ് ഗാർഡിനും ഇന്ത്യൻ നേവിക്കും ആ തീ അണയ്ക്കാൻ കഴിഞ്ഞതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഇൻഫെർണോസ് എന്ന് പറഞ്ഞാൽ വലിയ തീപിടുത്തങ്ങളാണ് ഇൻഫെർണോ എന്ന് പറയുന്നത്. ഇൻഫെർണോസ് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കപ്പൽ ഓണേഴ്സിനോ അല്ലെങ്കിൽ കപ്പലിലെ ക്രൂ മെമ്പേഴ്സിനോ എന്നും ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആക്സിഡന്റ്സ് ഉണ്ടാകുമ്പോൾ ക്വിക്ക് സാൽവേജ് ഓഫ് സങ്ക് ഷിപ്സ് ആൻഡ് ഫൈറ്റിംഗ് ഓയിൽ സ്പിൽ വിച്ച് റിക്വയർ ക്വിക്ക് extensive and close multi-agency coordination are the other areas where India needs to build and demonstrate more expertise എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മൾട്ടി ഏജൻസി ലെവലിൽ, അതായത് ഇപ്പൊ കോസ്റ്റ് ഗാർഡ് നേവി മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഏജൻസീസ് ഉണ്ടോ അവരെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമ്മളുടെ മറൈൻ ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെന്റിനോ അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യ ജീവനോ ഒന്നും ആഘാതം ഉണ്ടാകാതെ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ആണ് കൂടുതലായിട്ട് ഇന്ത്യ വരും കാലങ്ങളിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടതാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഈ വലിയ പാടുള്ള എഡിറ്റോറിയലൊന്നും അല്ല. രണ്ടാമത്തെ എഡിറ്റോറിയൽ അത്ര വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഹിന്ദു ഡിസ്കസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ഒരു റാങ്ക് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ആ വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ റാങ്കിന്റെ പേര് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്നാണ്. റാങ്കിങ് ആണ്, വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ റാങ്കിങ് ആണ്. ആ റാങ്കിങ്ങിന്റെ പേര് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്നാണ്. ഇതില് 148 കൺട്രീസിനെയാണ് റാങ്ക് ചെയ്തേക്കുന്നത്. 148 കൺട്രീസിന്റെ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് 131 ഉള്ളൂ. വളരെ മോശം റാങ്ക്. 148 കൺട്രീസിന് ജെൻഡർ പാരിറ്റിയുടെ ബേസിൽ ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ വേൾഡ് എക്കോണമിക് ഫോറം റാങ്ക് ചെയ്യുമ്പോൾ 148 രാജ്യങ്ങളിൽ 131 ഉള്ളൂ ഇന്ത്യക്ക് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോ
ജസ്റ്റ് 64.1% മാത്രമാണ് ഇന്ത്യയിൽ സ്ത്രീ പുരുഷ പാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സൗത്ത് ഏഷ്യയിൽ തന്നെ, ലോകത്തിലൊന്നും അല്ല, നമ്മളെ ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ, ലോകം പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, സൗത്ത് ഏഷ്യ അത്യാവശ്യം പിന്നോക്കമായിട്ടുള്ള ഒരു മേഖലയാണ്. ആ സൗത്ത് ഏഷ്യ പോലും പിന്നോക്കാണ് നമ്മൾ. അപ്പോ റിപ്പോർട്ട് ലാസ്റ്റ് വീക്കിലാണ് റിലീസ് ചെയ്തത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത് വെച്ചാല് 4 കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നത്. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുള്ള എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതാണ് ഒന്നാമത്. രണ്ടാമത് എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, വിദ്യാഭ്യാസം സ്ത്രീ എത്രത്തോളം അറ്റൈൻ ചെയ്യുന്നു പുരുഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഹെൽത്ത് ആൻഡ് സർവൈവൽ, അവരുടെ ആരോഗ്യം, സർവൈവൽ, അതൊക്കെ പുരുഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് പൊളിറ്റിക്കൽ എംപവർമെന്റ്, ലാസ്റ്റ് എന്താണ്? പൊളിറ്റിക്കൽ എംപവർമെന്റ്. സത്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞ 3 ഇന്ത്യ വളരെ പുരോഗതി നേടി. പൊളിറ്റിക്കൽ എംപവർമെന്റ് നമ്മൾ പിന്നോക്കം പോയത് കൊണ്ടാണ് നമ്മളുടെ റാങ്ക് 131 എന്ന് പറഞ്ഞ സംഭവം മോശമായിപ്പോയത്. അത് പൊളിറ്റിക്കൽ, അത് ഞാൻ അതിലേക്ക് വരാം. എന്തായാലും കേട്ടാ, ഈ ആദ്യം പറഞ്ഞ 3 ഡയമെൻഷൻസിലും 4ല് 3ലും ഇന്ത്യ സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് നേടി. ഇന്ത്യയുടെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി കാറ്റഗറി, അതാണ് ആദ്യം പറയുന്നത്, അത് +0.9% നമ്മൾ ഇംപ്രൂവ് ചെയ്തു. അതുപോലെ ഇൻകം, സ്ത്രീകളുടെ ഇൻകം 28.6% the parity in estimated earned income rises from 28.6% to 29.9%. അപ്പൊ ഈ ഇൻകം, സ്ത്രീകളുടെ ഈ ഇൻകത്തിൽ വർധനവുണ്ടായി. അതുപോലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, അതായത് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ പിന്നീട് എത്ര പെർസെന്റേജ് സ്ത്രീകൾ ലേബർ ഫോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അത് തന്നെ വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഇടയ്ക്ക് 45.9% ഇന്ത്യയിലെ ലേബർ ഫോഴ്സിൽ സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെയുള്ള ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് സ്ത്രീകളുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ ഇപ്പോഴത്തെ ഈ ഒരു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, അതുപോലെ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് നോക്കിയാലും ഹെൽത്ത് നോക്കിയാണെങ്കിലും ഇതിലെല്ലാത്തിലും പോസിറ്റീവായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് തന്നെ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് പറഞ്ഞ പൊളിറ്റിക്കൽ എംപവർമെന്റ് കാറ്റഗറിയിലാണ് ഇന്ത്യ ഏറ്റവും മോശമായത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ റാങ്കിങ് ഇത്രയും മോശമാകാൻ കാരണം. ഇന്ത്യയുടെ പാർലമെന്റിൽ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ, ഇന്ത്യയുടെ പകുതിയോളം പോപ്പുലേഷൻ സ്ത്രീകളാണെന്ന് അറിയാമേ. വെറും 14% മുമ്പ് സ്ത്രീകളുടെ എംപിമാരുടെ എണ്ണം ഉണ്ടായിരുന്നു. അതിപ്പോ 13% കുറഞ്ഞു, 13.8% ആയിട്ട്. അപ്പം 50% സ്ത്രീകളുള്ള സമയത്ത് നമ്മളുടെ ഇന്ത്യയിലെ പാർലമെന്റിൽ 13% സ്ത്രീകളെ എംപിമാരായിട്ടുള്ളൂ. ഇനി മിനിസ്റ്റീരിയൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ എംപിമാരുടെ എണ്ണം തന്നെ ഇത്രയേ ഉള്ളൂ. മിനിസ്റ്റർമാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 6.5% സ്ത്രീകളായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതും ഇപ്പൊ കുറഞ്ഞ് 5.6% ആയിട്ട് കുറഞ്ഞു. മന്ത്രിമാര്, അതായത് ഇന്ത്യയിലെ മൊത്തം മന്ത്രിമാരിൽ 5.6% മന്ത്രിമാരെ സ്ത്രീകളുള്ളൂ. 50% സ്ത്രീകളുള്ള രാജ്യത്താണ് ഇത് സംഭവം. അപ്പം പൊളിറ്റിക്കൽ എംപവർമെന്റില് ഇന്ത്യ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു എംപവർമെന്റ് വളരെ പിന്നോക്കമല്ലേ. പക്ഷെ അതിലൊരു മാറ്റം ഇപ്പൊ മാറ്റം വന്നു കഴിയുമ്പോൾ എന്തായാലും റാങ്കിങ് ഒക്കെ മാറും. കാര്യം എന്ന് വെച്ചാല് ഇന്ത്യ ഈ ഇടയ്ക്ക് നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ള ഒരു പുതിയ നിയമം ഉണ്ടാക്കി. എന്താണ് നാരി ശക്തി വന്ദൻ അധിനിയം? നാരി ശക്തി വന്ദൻ അധിനിയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. ഈ നാരി ശക്തി വന്ദൻ അധിനിയം ഇപ്പൊ നിലവിൽ വരാൻ പോയ 2023 പാർലമെന്റിൽ പാസ്സായെങ്കിലും നിലവിൽ വരുന്നതിന് വേറൊരു കടമ്പയും കൂടെ കടക്കാനുണ്ട്. ആ കടമ്പ എന്താണെന്ന് വെച്ചാൽ 2026, അതായത് അടുത്ത വർഷം നടക്കാൻ പോണ സെൻസസ്. ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നൊരു എക്സർസൈസ് നടത്തും. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാർലമെന്റിലെയും നിയമസഭകളിലെയും എംപിമാരുടെയും MLA-മാരുടെ എണ്ണം പോപ്പുലേഷൻ ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുക. അതാണ് ഡീലിമിറ്റേഷൻ. പോപ്പുലേഷൻ ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിക്കുക, പോപ്പുലേഷൻ കുറഞ്ഞാൽ കുറയ്ക്കുക. ഇന്ത്യയിലെ പോപ്പുലേഷൻ കുറയല്ലോ, കൂടിയല്ലേ, അപ്പൊ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2026 സെൻസസിന് ശേഷം മാത്രമേ ഈ ഡീലിമിറ്റേഷൻ എക്സർസൈസ് നടത്താൻ പറ്റൂ. ഈ ഡീലിമിറ്റേഷൻ എക്സർസൈസ് നടത്തിയതിനു ശേഷം വർധന വരുന്ന എംപിമാരുടെ എണ്ണം ഏതാണ്ട് 800 കടക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയിലെ ലോക്സഭയിൽ എംപിമാർ 550 ഉള്ളൂ. അതൊരു 800 ആയിട്ടൊക്കെ കൂടുന്ന പറഞ്ഞത് ഈ ഡീലിമിറ്റേഷൻ കഴിയുമ്പോൾ. അതുപോലെ എല്ലാ സ്റ്റേറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLA-മാരുടെ എണ്ണം അതുപോലെ കൂടും. അതിനുശേഷമാണ് ഈ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വിമൻ റിസർവേഷൻ ബിൽ എന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് 2023 പാസ്സായി. അപ്പൊ അത് 106th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് നടപ്പാവുള്ളൂ. അത് നടപ്പാകുമ്പോൾ ഇന്ത്യയുടെ ലോക്സഭയിലും നിയമസഭകളിലും 33% റിസർവേഷൻ സ്ത്രീകൾക്ക് വരും. അപ്പോ ഈ പറഞ്ഞ 13.8% എന്നുള്ളത് 33% ആയിട്ട് കൂടും എംപിമാരുടെ MLA-മാരുടെ എണ്ണം. അതുപോലെ മന്ത്രിമാരുടെ എണ്ണം അതിപ്പോ 5.6% ഉള്ളൂ മന്ത്രിമാര്. അതും ഏതാണ്ട് ഈ 1% കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ ബാക്കി ഞാൻ പറഞ്ഞ 4 റാങ്കിങ്ങില്
മൂന്നെണ്ണത്തിലും ഇംപ്രൂവ്ഡ് ആയി. അതായത് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്, ഹെൽത്ത് ആൻഡ് സർവൈവൽ, എല്ലാത്തിലും. പൊളിറ്റിക്കൽ എംപവർമെന്റ് മാത്രമാണ് പിന്നോക്കം നിൽക്കുന്നത്. പക്ഷേ ഈ 106th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആയ നാരി ശക്തി വന്ദന അധിനിയം 2026 സെൻസസിന് ശേഷം 2027 ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഡീലിമിറ്റേഷൻ എക്സർസൈസും കഴിഞ്ഞതിന് ശേഷം നടപ്പാകുമ്പോൾ 2029 ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷൻ വരാൻ പോകുന്നത്. ആ ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് 33% റിസർവേഷൻ MP പെണ്ണുങ്ങളാവും. ഈ 13.8% എന്നുള്ള മാറിയിട്ട്. അപ്പൊ വലിയ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് വരും. മന്ത്രിമാരുടെ എണ്ണത്തിന് വലിയ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് വരും. ഇപ്പൊ 5.6% സ്ത്രീകളെ ഉള്ളു മന്ത്രിമാരായിട്ട് മൊത്തം MP എണ്ണത്തിൽ. അപ്പൊ ഇന്ത്യയുടെ ഈ റാങ്ക് ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വെയിറ്റ് ചെയ്തിരിക്കാതെ നമ്മൾ ഈ മെൻ ഡിവൈഡ് നികത്തി ജെൻഡർ പാരിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ നടപടികളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് 2025 നമുക്ക് കാണിച്ചു തരുന്ന കാര്യം അതാണ്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് വലിയ തിരക്കാണ്. അപ്പോൾ എനിക്ക് എഡിറ്റോറിയൽസ് ഒക്കെ നോക്കാനുള്ള സമയം കിട്ടിയുള്ളൂ. ബാക്കി 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നിരുപമ റാവു എഴുതിയാണ് മോർ മൈൻഡ് സ്പേസ് ഫോർ ഇന്ത്യ ഇൻ അമേരിക്കാസ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. അത് ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇന്ത്യയുടെ ഇപ്പൊ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന ഒരു റെസ്പെക്ട് കഴിഞ്ഞ കുറെ ഡെക്കേഡ്സ് ആയിട്ട്, അത് US-ലായിരുന്നാലും മറ്റ് ലോക രാജ്യങ്ങളിലായിരുന്നാലും കിട്ടുന്ന റെസ്പെക്ട്, അത് മെയിൻലി എഡ്യൂക്കേഷൻ ഫീൽഡിൽ, റിസർച്ച് സെക്ടറിൽ ഒക്കെ ഉണ്ടായ ഒരു പുരോഗതി കൊണ്ടും കൂടിയാണ്. അപ്പൊ ഇന്ത്യക്ക് ഈ പറഞ്ഞ സെക്ടേഴ്സിലൊക്കെ പുരോഗതി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു മിഡിൽ പവറിന് കൊടുക്കുന്ന റെസ്പെക്ട് മാത്രമേ ഇന്ത്യക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ നിരുപമ റാവു പറയുന്നത്. നിങ്ങളത് വായിച്ചു നോക്കുക. വായിച്ചാൽ ഒരു ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. പക്ഷെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ, ഇന്ത്യ നീഡ്സ് എ സിൻസിയർ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ. അതിന്റെ കണ്ടന്റ് എനിക്ക് ഒരു ഇത് അറിയാം. അതെന്താണെന്ന് വെച്ചാല്, ഇദ്ദേഹം ഒരു പൈലറ്റാണ്. അദ്ദേഹം ഒരു ഏവിയേഷൻ സേഫ്റ്റി എക്സ്പേർട്ട് ആണ്. ആക്ച്വലി ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഏത് എയർക്രാഫ്റ്റ് ആണ് ആക്സിഡന്റ് നടന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ബോയിങ്ങിന്റെ 787-8 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റ് എയർ ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്ലൈറ്റ്. അപ്പം അതിന്റെ അഹമ്മദാബാദിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്, അപ്പൊ എയർപോർട്ടിന്റെ പേര് പിടിച്ച് വെച്ചേക്കണം, അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നു പോകുന്നു. അതിന് ലിഫ്റ്റിംഗ് കിട്ടുന്നില്ല. ആ പ്ലെയിൻ അവസാനം ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ ഇടിച്ചിറങ്ങുന്നു. അതിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും മരിക്കുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന ആൾക്കാരും മരിക്കുന്നു. അപ്പൊ തന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ അണ്ടറിലാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വർക്ക് ചെയ്യുന്നത്. അപ്പോ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ആണല്ലോ, സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ വ്യോമയാനം എന്ന് പറയുന്ന വ്യോമയാന മേഖല അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ സെക്ടർ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ. അത് രാംമോഹൻ നായിഡു ആണ് എന്റെ മന്ത്രി. രാംമോഹൻ നായിഡു, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഉള്ള സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള സ്ഥാപനമാണ് AIB. അപ്പൊ അവര് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ, ഇനി DGCAയും ഈ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടാണ്. DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. DGCA എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അവരും മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ അണ്ടറിലാണ്. അപ്പൊ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ അണ്ടറിലുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുമ്പോൾ അത് എത്രത്തോളം ഇമ്പാർഷ്യൽ ആയിരിക്കും, സിസ്റ്റമിക് ആയിട്ടുള്ള ഫ്ലോസ്, സിസ്റ്റമിക് ആയിട്ടുള്ള ഫെയിൽവേഴ്സ്, ഇതൊക്കെ പുറത്തു വരുമോ? അതായത് ഇപ്പൊ റെയിൽവേ ആക്സിഡന്റ്സ് ഉണ്ടായാൽ എങ്ങനെയാണ് അവർ അതിനെ സമീപിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റ്സ്. അത് അന്വേഷിക്കാൻ വേണ്ടി റെയിൽവേയുടെ ഒരു സ്ഥാപനമുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആ സ്ഥാപനം ആക്ച്വലി ഒരു ഇൻഡിപെൻഡന്റ് സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് കുറച്ചൊക്കെ ഇമ്പാർഷ്യൽ ആയിരിക്കും ഇവിടെ പറയുന്നുണ്ട്. ഇതിലാണോ അതോ വേറെ ഒരു ആർട്ടിക്കിളിലാണോ? ഞാൻ എവിടെയോ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ റെയിൽവേയുടെ ആക്സിഡന്റ്സ് ഒക്കെ നടക്കുമ്പം അവര് എങ്ങനെയാണ് ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പണ്ട് നടന്ന പല പ്ലെയിൻ ക്രാഷുകളെ കുറിച്ചും ആ പ്ലെയിൻ ക്രാഷുകളായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റീസിനെ കുറിച്ചും
ആ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റീസ് ഫൈൻഡിങ്സ് പലപ്പോഴും അട്ടിമറിക്കപ്പെട്ടതിനെ പറ്റിയും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ അട്ടിമറിക്കപ്പെടാനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അണ്ടറിലുള്ള സ്ഥാപനങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അവരാരെങ്കിലും അപ്പോയിന്റ് ചെയ്തായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അപ്പം എപ്പോഴും ഇവരുടെ ഭാഗത്ത് കുറ്റമൊന്നും ഇല്ല എന്ന് വരുത്തി തീർത്തിട്ട് ഈവൻ പൈലറ്റ് മരിച്ചുപോയാൽ പോലും ആ മരിച്ചുപോയ പൈലറ്റിനെ പോലും വെറുതെ വിടാതെ പൈലറ്റിന്റെ മുകളിലായിരിക്കും മിക്കവാറും ഈ കുറ്റങ്ങളുടെ എല്ലാം ഒരു ഇത് കൊണ്ട് തലയിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പം യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സിവിൽ ഏവിയേഷൻ മാർക്കറ്റായിട്ട് മാറിക്കഴിഞ്ഞ ഇന്ത്യ, ലോകത്തിലെ 3rd ലാർജസ്റ്റ് സിവിൽ ഏവിയേഷൻ മാർക്കറ്റാണ് ഇന്ത്യ, US-നും ചൈനയ്ക്കും പിന്നില്. അപ്പൊ ആ രാജ്യത്തില് ഈ പറഞ്ഞ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒളിച്ചുകളി നടത്തുന്നു എന്നൊരവസ്ഥ വന്നാൽ നമ്മളുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ ഗ്രോത്തിന് അത് വളരെ ശക്തമായിട്ട് ബാധിക്കും, നമ്മളുടെ റെപ്യൂട്ടേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ്. നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഈ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇന്റർനാഷണൽ നോംസ് ഉണ്ടാക്കുന്നവരാണ് ICAO ആണ്. ആരാണ്? ICAO, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ICAO, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അവരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി നോംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട പോളിസി NCAP എന്നറിയപ്പെടുന്ന നാഷണൽ സിവിൽ ഏവിയേഷൻ പോളിസി, NCAP, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ പോളിസി NCAP എന്നറിയപ്പെടും. ബാക്കി നിങ്ങൾ വായിച്ച മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇനി പിന്നെ പുതിയ തൽക്കാൽ റൂൾസിനെ കുറിച്ച് ഉള്ള ഒരു ആർട്ടിക്കിൾ, അതും സിമ്പിൾ ആണ്, വലിയ കാര്യം. ന്യൂ തത്കാൽ റൂൾസ് എയിംഡ് അറ്റ് കർബിംഗ് ബോട്ട്സ് ആൻഡ് ബൾക്ക് ബുക്കിംഗ്സ്. അത് പുതിയ തൽക്കാൽ റൂൾസ് അറിയാം. തൽക്കാൽ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ IRCTCയിൽ കയറിയിട്ട് അതിന് നമ്മളുടെ ആധാർ ലിങ്ക് ചെയ്യണമെന്നാണ്. എന്നിട്ട് ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു OTP വെരിഫിക്കേഷൻ വരും. അതിനുശേഷം മാത്രമേ നമുക്ക് തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ബൾക്ക് ബുക്കിംഗ് ഏജൻസീസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ തൽക്കാൽ സാധാരണക്കാരന് കിട്ടാത്തൊരവസ്ഥ വരുന്നു റെയിൽവേക്ക് മനസ്സിലായപ്പോ ഇനി മുതൽ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പണായി ആദ്യത്തെ അരമണിക്കൂർ ഏജൻസീസിനെ ബുക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല എന്നൊക്കെയുള്ള തീരുമാനം എടുത്തോളൂ ജൂലൈ 1 തൊട്ട്. അത് നല്ല കാര്യങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാം. പിന്നെ ഇനി അടുത്ത പേജിൽ പോകുമ്പോൾ അതൊന്നും വേണ്ട. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ എന്താ ആർട്ടിക്കിൾ അത്ര വലിയ ആവശ്യമുള്ളതല്ല. ഇനി കേദാർനാഥ് ഒരാള് ലാൻഡ് സ്ലിപ്പിൽ മരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ പത്രം ഫുള്ള് മരണങ്ങളെ കുറിച്ചാണ്. കേദാർനാഥ് ഞാൻ നേരത്തെ പറഞ്ഞു, കേദാർനാഥ്, ബദ്രീനാഥ്, ഗംഗോത്രി, യമുനോത്രി, നാലിനെയും കൂടി ചേർത്ത് എന്താ പറയുന്നത്? ചാർദം. എന്താണ്? ചാർദം പിൽഗ്രിം റൂട്ടാണ് നാലും കൂടെ ചേർത്ത്. ചാർദം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് അറിയപ്പെടുന്ന വേറൊരു പേര് ദേവഭൂമി. ഉത്തരാഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി. പിന്നെ ഇറാനിലെ പ്രശ്നങ്ങളിൽ പൊട്ടിയ നമ്മളെ കുറെ പിള്ളേരുണ്ട്. നമ്മളെ കുറച്ച് പിള്ളേർ അവിടുത്തെ സെമിനാരീസിലൊക്കെ പഠിക്കുന്നുണ്ട്, ഇവിടുത്തെ ഷിയ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അതിനുമായിട്ട് അപ്പൊ അവരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെയുള്ള ഒരു സംഭവം ഇതിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ മസ്റ്റ് സ്റ്റാൻഡ് വിത്ത് ഇന്റർനാഷണൽ ലോ. യുക്രൈൻ മിനിസ്റ്ററുമായിട്ട് യുക്രൈൻ മിനിസ്റ്റർ ഇന്ത്യ പത്രങ്ങളായിട്ട് നടത്തിയ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ്. G7 മീറ്റിംഗിൽ ഇപ്രാവശ്യം യുക്രൈനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. G7 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്: USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡയാണ് G7 എങ്കിലും അതിന്റെ മീറ്റിംഗിൽ എല്ലാ വർഷവും ഇപ്പം ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ മീറ്റിംഗിൽ ഇന്ത്യക്ക് പുറമെ മെക്സിക്കോ ഉണ്ട്, പിന്നെ യുക്രൈൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. യുക്രൈന്റെ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി, നരേന്ദ്രമോദി ഇവയൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ വെച്ചാൽ നടക്കുന്നത്? കാനഡയിലെ ആൽബർട്ടയിൽ വെച്ച്. ആൽബർട്ട. പിന്നെ ഈ പ്ലെയിൻ ക്രാഷിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ ഏജൻസീസ് അഹമ്മദാബാദിലെത്തി എന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്റർനാഷണൽ ഏജൻസീസ് പറയാം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത് അന്വേഷിക്കുന്ന, ഞാൻ ഇപ്പൊ പറഞ്ഞു, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ്, AAIB, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. അത് നമ്മളുടേത്. ഇനി US-ന്റെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എന്നൊരു സംഭവം ഉണ്ട്, അവര് വരുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷന്. US-ന്റെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ FAA ഉണ്ട്. UK-യുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി CAA ഉണ്ട്.
അവരെല്ലാം ഈ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അവിടേക്ക് വരുന്ന കാര്യം ബോയിങ് എന്നുള്ള വിമാനം തന്നെ US-ന്റെ ആണ്. പിന്നെ ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾ ലോകം മുഴുവൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഇതൊരു ചങ്കടിപ്പ് കയറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അപ്പൊ അന്വേഷണത്തിൽ അവരെല്ലാം സഹകരിക്കും. പിന്നെ ICAO ആണല്ലോ UN-ന്റെ ഈ ഇന്റർനാഷണൽ ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ICAO-യുടെ ഹെഡ് എക്സ്പാൻഷൻ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അവരെല്ലാം ഇതിന്റെ അകത്ത് ഉണ്ട്. പിന്നെ ഇതിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്ററിന്റെ പേരുണ്ട് PK മിശ്ര. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് PK മിശ്ര. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? PK മിശ്ര. പിന്നെ ഇന്ത്യയുടെ പുതിയ സെൻസസ് ഉടനെ സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ, സെൻസസ് March 1, 2027 കൺക്ലൂഡ് ചെയ്യും. അപ്പം 2026 സ്റ്റാർട്ട് ചെയ്താല് March 1, 2027 കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഹോം മിനിസ്ട്രിയാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ ആണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഹോം സെക്രട്ടറിയുടെ പേരോട് കൊടുത്തിട്ടുണ്ട് ഗോവിന്ദ് മോഹൻ. ഇന്ത്യയുടെ ഹോം സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. ഇനി സെൻസസ് നടത്തുന്ന ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ സെൻസസ് കമ്മീഷണറും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയും ചേർന്നാണ്. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് സെൻസസ് കമ്മീഷണർ, ഇത് രണ്ടും ഒരാളാണ്. ആരെന്ന് വെച്ചാൽ മൃത്യുഞ്ജയ് കുമാർ നാരായൺ ആണ്. മൃത്യുഞ്ജയ് കുമാർ നാരായൺ ന്യൂസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൃത്യുഞ്ജയ് കുമാർ നാരായൺ ഇസ് ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറക്ട്ലി സെൻസസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അണ്ടർ ഹോം മിനിസ്ട്രി ഓഫ് ഇന്ത്യ. ഇനി താഴോട്ട് വരുമ്പോ ഇല്ല, ഇവിടെ ഒന്നും വേറെ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. പിന്നെ ഇല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ സൈപ്രസ് എന്ന രാജ്യം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റ് ചെയ്യുന്നു. 2002 ഇന്ത്യയുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി വിസിറ്റ് ചെയ്തതിനു ശേഷം സൈപ്രസ് വിസിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആഫ്റ്റർ 23 years Indian Prime Minister Narendra Modi is visiting Cyprus, and Cyprus President, you can see the picture of Cyprus President here. He personally came to airport and received Indian Prime Minister. That is a rare gesture because usually due to protocol, these rulers of countries won't come to airport to receive the foreign country leaders. അവരുടെ ഒരു ഡെപ്യൂട്ടിയെ പറഞ്ഞയക്കത്തേ ഉള്ളൂ. പക്ഷെ നേരിട്ട് ഒരു രാഷ്ട്ര തലവൻ എയർപോർട്ടിൽ വരുന്ന വെച്ചാൽ അത്രയും പ്രാധാന്യം മറ്റേ രാഷ്ട്ര തലവൻ ഒരു കൊടുക്കുമ്പോഴേ ഉള്ളൂ. അപ്പൊ സൈപ്രസിന്റെ പ്രസിഡന്റ് പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിക്കോസ് ക്രിസ്തോഡോലറ്റ്സ്, വല്ലാത്തൊരു പേരാണ്, നോക്കിയാൽ മതി. അപ്പൊ അദ്ദേഹം നേരിട്ട് പിന്നീട് വരികയാണ്. എവിടെയാണ്? എയർപോർട്ടിൽ മോദിയെ സ്വീകരിക്കാൻ. കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യ സൈപ്രസിന്റെ ഒരു അലയൻസ് പാർട്ണർ പോലെയാണ്. കാരണം സൈപ്രസിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ടർക്കിയാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ടർക്കിയെ മാറിക്കൊണ്ടിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സ്റ്റാൻഡ് ഓപ്പൺ ആയിട്ട് എടുത്ത ലോകത്തിലെ അപൂർവം രാജ്യങ്ങളൊരെണ്ണം ടർക്കിയാണ്. സോ ഇന്ത്യ വാണ്ട്സ് ടു ഗീവ് എ ക്ലിയർ ആൻഡ് സ്റ്റേൺ മെസ്സേജ് ടു ടർക്കി ദാറ്റ് ഇഫ് യു സ്റ്റാൻഡ് വിത്ത് പാകിസ്ഥാൻ then we will stand with your arch rival Cyprus. So you be mindful about that. That is our message to Turkey. Our diplomatic message കൊടുക്കാനാണ്. Before landing in Canada for G7 summit, Narendra Modi first went to Cyprus and visited the president of Cyprus and gave all support to him and for his country in all the matters related to this their territorial integrity and all. എന്നിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം പോകുന്നത് കാനഡയിലേക്ക്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസാണ് ഇവിടെ. അപ്പോ അത് കാണാം. അപ്പൊ നിക്കോസിയ എന്നാണ് ഈ സൈപ്രസിന്റെ ക്യാപിറ്റലിന്റെ പേര്. സൈപ്രസിന്റെ ക്യാപിറ്റൽ നിക്കോസിയ. ദിസ് ഈസ് എ മെഡിറ്ററേനിയൻ ഐലൻഡ് നേഷൻ. മെഡിറ്ററേനിയൻ സീയിൽ നിൽക്കുന്ന ഒരു ഐലൻഡ് രാജ്യമാണ് ഈ പറഞ്ഞ സൈപ്രസ്. അപ്പൊ സൈപ്രസിന്റെ കുറച്ച് ഭാഗം ടർക്കിയെ 1974 പിടിച്ചടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ ശത്രുത. ഇന്ത്യയുടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചു വെച്ചേക്കുന്നതാണ്. മനസ്സിലായോ? പിന്നെ ഇവിടെ നിങ്ങൾക്ക് ജമ്മു ആൻഡ് കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ ഫോട്ടോ കാണാം. ജമ്മു ആൻഡ് കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പിന്നെ ONGCയുടെ ആസാമിലെ ഒരു ഫെസിലിറ്റിയിൽ ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ONGC എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഇന്ത്യയുടെ മഹാരത്ന കമ്പനികളിൽ ഒരെണ്ണമാണ് ONGC. ഇന്ത്യയുടെ മഹാരത്ന കമ്പനികളിൽ ഒരെണ്ണമാണ് ONGC.
മഹാരത്ന കമ്പനി മീൻസ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനികളാണ് മഹാരത്ന കമ്പനികൾ. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനീസ് ആണ് മഹാരത്ന കമ്പനീസ്. ആൻഡ് വൺ എമംഗ് മഹാരത്ന കമ്പനീസ് ഈസ് ONGC. ഓക്കെ, ഇനി ഈ ന്യൂസില് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നൊരു സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്. PMMVY പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. വേറൊന്നും അല്ല, പ്രഗ്നന്റ് ആൻഡ് ലെക്ടേറ്റിംഗ് വിമൻ. പ്രഗ്നന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഗർഭിണികളായിട്ടുള്ള നിങ്ങൾക്ക് അറിയാം. ലെക്ടേറ്റിംഗ് വിമൻ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാർ. അപ്പൊ ഇവർക്കൊക്കെ ഈ സ്കീമിന്റെ അണ്ടറിൽ ന്യൂട്രീഷൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ന്യൂട്രീഷൻ സപ്പോർട്ട്, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും മുലയൂട്ടുന്ന അമ്മമാർക്ക്, ലെക്ടേറ്റിംഗ് മദേഴ്സിനും സ്വാഭാവികമായിട്ടും ന്യൂട്രീഷൻ വേണ്ടേ. പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ ന്യൂട്രീഷൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണത്തില്ല. അപ്പൊ അവർക്കൊരു ക്യാഷ് സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഈ ന്യൂട്രീഷന് വേണ്ടി. അതാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീമിന്റെ അണ്ടറിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രാജസ്ഥാനിൽ അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ സ്റ്റേറ്റിന്റെ കൂടെ ഒരു പദ്ധതി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് അതൊരു കിടിലം പദ്ധതിയാക്കി മാറ്റി. അതിനെ കുറിച്ചാണ് ഇതിന്റെ അകത്ത്. ക്യാഷ് പ്ലസ് മോഡൽ പുഷസ് അപ്പ് ഏർലി ബ്രസ്റ്റ് ഫീഡിംഗ് റേറ്റ്, ഡയറ്ററി ഡൈവേഴ്സിറ്റി എമംഗ് രാജസ്ഥാൻ വിമൻ. ബ്രസ്റ്റ് ഫീഡിംഗിന്റെ റേറ്റ് അതുവഴി കൂടിയതാണ് രാജസ്ഥാനില്. അപ്പൊ recently released a report card on Rajasthan's Cash Plus model, India's first state-led pilot project to convert direct benefit transfers to social and behavioral change communication. ആക്ച്വലി ഇത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിച്ച സ്കീമിന്റെ ഒരു എൻഹാൻസ്ഡ് വെർഷൻ രാജസ്ഥാനിൽ. അത്രേ ഉള്ളൂ. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭജൻലാൽ ശർമ്മ. ചീഫ് മിനിസ്റ്റർ ഓഫ് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂർ. ഏതാണ്? ജയ്പൂർ. രാജസ്ഥാൻ is the biggest state in India. Area wise, the biggest state in India is Rajasthan, and its capital is Jaipur. And another name of Jaipur is Pink City. പിന്നെ മണി വൈസ് പേജ് വേണ്ട, അതിനടുത്ത പേജ് വേൾഡ് പേജ് പോകുമ്പോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് ഇതെല്ലാം. പിന്നെ റഷ്യ യുക്രൈനിൽ അറ്റാക്ക് ചെയ്യുന്ന ന്യൂസ് ഉണ്ട്. ചൈനയും ഫിലിപ്പൈൻസും തമ്മിൽ സൗത്ത് ചൈന സീയിൽ കുറച്ച് വിഷയങ്ങളുണ്ട്, അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഫിലിപ്പൈൻസ് അറിയാലോ, ഫിലിപ്പൈൻസ് ഈസ് ആൻ ആസിയാൻ കൺട്രി, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ മനിലയാണ്. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ ഏതാണ്? മനില ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ. ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഫിലിപ്പൈൻസ്. ചൈനയുടെ പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയാം, സി ജിൻപിങ് ആണ്. ചൈനയുടെ പ്രസിഡന്റ്. പിന്നെ G7 ലീഡേഴ്സ് മീറ്റ് ഇൻ കാനഡ. G7 ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്. USA പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജപ്പാൻ അതിന്റെ പ്രൈം മിനിസ്റ്റർ ഫ്യൂമിയോ കിഷിദ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു, നോക്കിക്കൊള്ളണം. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഫ്യൂമിയോ കിഷിദ എന്നാണ് പേരെന്ന് എന്റെ ഓർമ്മ, നോക്കിക്കൊണ്ടാൽ മതി. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജോർജിയ മെലോണി. ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ. ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ആണ് കീർ സ്റ്റാമർ, അല്ലെ? അപ്പൊ USA ആയി, ബ്രിട്ടനായി, ഫ്രാൻസായി. ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രെഡറിക് മെഴ്സ്, അല്ലെ? ഫ്രെഡറിക് മെഴ്സ് എന്നാണെന്നാണ് എന്റെ ഓർമ്മ. അത് ചെക്ക് ചെയ്തോളെ. ഫ്രെഡറിക് മെഴ്സ് എന്നാണ് എന്റെ ഓർമ്മ. ഫ്രെഡറിക് മെഴ്സ് ജർമ്മനിക്ക് ചാൻസലർ. എല്ലാവരുടെ പേരുകൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കൊള്ളാം. പിന്നെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? മാർക്ക് കാർണി. കാനഡയാണല്ലോ നിന്റെ ഹോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പേജ് പോകുമ്പോ സ്പോർട്സ് പേജില് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആര് വിൻ ചെയ്തു? WTC ലോർഡ്സിൽ നടന്ന ഫൈനലില് ഓസ്ട്രേലിയ തോപ്പിച്ച് സൗത്ത് ആഫ്രിക്ക വിൻ ചെയ്തു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. പിന്നെ UTT അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് ലീഗ് മുംബ എന്ന് പറഞ്ഞ രാജ്യം, ടീം മുംബൈയുടെ ടീമാണ് മുംബ വിൻ ചെയ്ത് UTT അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസ്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പോൾ വാൾട്ട് അറിയാതെ, മറ്റേ ഒരു ഫൈബർ പോളും കൊണ്ട് ഓടി വന്ന് ഒരു
പൊങ്ങി ചാടി അപ്പുറം വീഴുന്ന സാധനം പോൾ വാൾട്ട്. ഇപ്പൊ മനസ്സിലായിക്കോണം എല്ലാവർക്കും. പോൾ വാൾട്ടിലെ പ്രതിഭാസമാണ്, പോൾ വാൾട്ടിലെ ഇതിഹാസമാണ് അർമാൻഡ് ഡുപ്ലാന്റിസ്. അർമാൻഡ് ഡുപ്ലാന്റിസ് സ്വന്തം വേൾഡ് റെക്കോർഡ് ഓരോ ദിവസവും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സ്വീഡൻകാരനായ അർമാൻഡ് ഡുപ്ലാന്റിസ്. ഹീസ് ദ ഗ്രേറ്റസ്റ്റ് എവർ പോൾ വാൾട്ടർ. അപ്പം 25 വയസ്സാകണ്ടേ ഉള്ളൂ ഡുപ്ലാന്റിസ്. ഇതുവരെയുള്ള 41 മത്സരങ്ങളിൽ 37 ജയിച്ച മനുഷ്യനാണ്. എത്രയെങ്കിലും 12th ടൈമാണ് അദ്ദേഹത്തിന്റെ വേൾഡ് റെക്കോർഡ് അദ്ദേഹം തന്നെ ബ്രേക്ക് ചെയ്തത്. അങ്ങനത്തെ ഒരു ആളാണ് അർമാൻഡ് ഡുപ്ലാന്റിസ്. ആ പേരൊന്ന് പഠിച്ചു വെച്ചോളേ. പിന്നെ ബാക്കിയൊക്കെ സ്പോർട്സിൽ ചെറിയ ചെറിയ ന്യൂസുകളാണ്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു.